ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ മഹാശിവരാത്രിയാണ്. ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ തലസ്ഥാന നഗരിയിൽ ഏറ്റവും അധികം ഭക്തർ ഒത്തുകൂടുന്ന ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഭക്തർക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാശിവരാത്രിയെ വരവേൽക്കുവാൻ വേണ്ടി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മാത്രമല്ല തലസ്ഥാന നഗരി തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. നിരവധി ഭക്തരാണ് വൈകുന്നേരത്തോടുകൂടി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. എന്തായാലും പുലർച്ചയോടുകൂടി വിപുലമായ പരിപാടികളും ചടങ്ങുകളുമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അതിപുരാതനമായ ശിവക്ഷേത്രം തന്നെയാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടി തന്നെയാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക പൂജകൾ ഉൾപ്പെടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നാളെ ഉണ്ട്. അതോടൊപ്പം തന്നെ കലാപരിപാടികളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് വൈകുന്നേരത്തോടുകൂടി ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ജില്ലയ്ക്കകത്തു നിന്നും ജില്ലയുടെ പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെയും നിരവധി ആളുകൾ ക്ഷേത്ര ദർശനം നടത്തുന്നു. ഭഗവാന് കാണിക്കയായി ഇളനീർ ഉൾപ്പെടെയുള്ള അഭിഷേകങ്ങൾ നടത്തി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി മുതൽ വ്രതം ആരംഭിക്കുകയാണ്. ഒരിക്കൽ ഊണ് കഴിച്ചുകൊണ്ട് അത്തരത്തിൽ ശിവരാത്രി വ്രതം ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുകയാണ്. നാളെ തിരുവാതിര ഉൾപ്പെടെയുള്ള കളികൾ ഉണ്ടാവും. അതിനുശേഷമാണ് തിരുവാതിര വ്രതം ഭഗവാന് സമർപ്പിക്കുക എന്നത് തന്നെയാണ് നിലിമ. എന്തായാലും തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നിരവധി ഭക്തരാണ് ഭഗവാനെ കണ്ടുമുട്ടാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ.